സർ, ഞങ്ങൾ കൃഷ്ണകുമാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? സർ, അയാൾ നിരപരാധിയാണ്. നിങ്ങൾക്കെങ്ങനെ അറിയാം? അലക്സാണ്ടറെ കൊല്ലാൻ മാത്രമുള്ള ശത്രുതയൊന്നും അവര് തമ്മിലില്ല. അവര് തമ്മിൽ ശത്രുതയിലാണോ രമ്യതയിലാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരാളെ കൊല്ലാൻ ആജന്മ ശത്രുതയൊന്നും വേണമെന്നില്ല. ഉണ്ടോ? ഇല്ല സർ, കൃഷ്ണകുമാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾക്കാരെയും കൊല്ലാനാവില്ല. അത് നിങ്ങളുടെ കാര്യം. പക്ഷേ അയാൾ അലക്സാണ്ടറെ കൊന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലോ? എന്ത് തെളിവ്? അത് ഞങ്ങൾക്ക് ഒരിടത്ത് മാത്രം പറഞ്ഞാൽ മതി, അങ്ങ് കോടതിയിൽ. അല്ലാതെ വരുന്നവരോടും പോകുന്നവരോടും പറയേണ്ട കാര്യമില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കാം സാർ. എന്തായാലും വിധി പറയേണ്ടത് കോടതിയല്ലേ. അതിനു മുമ്പേ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയില്ലേ? ഞങ്ങൾ അഡ്വക്കേറ്റിനെ കൊണ്ടുവരാം. എന്നാലും ഇറക്കാൻ കഴിയില്ലല്ലോ മാഡം. കൊലയാളിയാണെന്നതിന് വ്യക്തമായ തെളിവുള്ളപ്പോ ചുമ്മാ അങ്ങ് വിട്ടു തന്നാൽ ശരിയാവില്ലല്ലോ. കാര്യങ്ങളെല്ലാം വകുപ്പനുസരിച്ച് അങ്ങ് പൊക്കോട്ടെ, അതല്ലേ നല്ലത്. അല്ല സർ, അങ്ങനെ ജാമ്യത്തിൽ ഇറക്കാറുണ്ടല്ലോ. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഇറക്കുന്നില്ലെങ്കിലോ? നിങ്ങൾക്ക് പോവാം, എനിക്കപ്പം തിരക്കുണ്ട്. ഞങ്ങൾക്ക് കൃഷ്ണകുമാറിനെ കൊണ്ടൊന്ന് സംസാരിക്കാൻ കഴിയുമോ സർ? സാധ്യമല്ല. അതെന്താ? അതും പാടില്ലെന്ന് ഉത്തരവുണ്ടോ മോളിന്ന്? ഉണ്ട്. അതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തരട്ടെ? അല്ല സർ, അങ്ങനെ ഒരു വകുപ്പ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ ഇക്കാര്യത്തിൽ ആ വകുപ്പില്ല. സംസാരിക്കാൻ പോയിട്ട് കാണാൻ പോലും അനുവദിക്കില്ലെങ്കിലോ? അതുകൊണ്ട് വെറുതെ എന്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോയി തന്നാ കൊള്ളാം. ഒന്ന് നിന്നേ. കൃഷ്ണകുമാറിന് അലക്സാണ്ടർ അച്ഛനോട് ശത്രുത ഉണ്ടായിരുന്നു എന്ന് വെക്കാം. കാരണം എന്തായിരിക്കും? അറിയാത്തോണ്ടായിരിക്കും ഉത്തരവില്ലാത്തത്. അറിയാമെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരവ് ഒന്ന് ഓർത്തു വെച്ചോ. ഇനി ഞാൻ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. പോകോ. എന്തോ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയുണ്ട്. കിച്ചു തന്നെയാ കുറ്റവാളിന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം പോലെ. അതുണ്ടായില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മേലുദ്യോഗസ്ഥന്മാർ ഇരിക്കപ്പുറത്ത് കൊടുക്കാതിരിക്കുമ്പോ ഏതെങ്കിലും പാവത്തിനെ പ്രതിയാക്കി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് തന്നെ കാര്യം. എന്തായാലും ഈ സർക്കിൾ ഈയൊരു വട്ടത്തിൽ കിടന്നല്ലേ കളിക്കൂ. നമുക്ക് വേറെ വഴിയുണ്ടോ നോക്കാം. നീ കയറി.
കിച്ചുവിന്റെ അച്ഛൻ. സർ, എന്താ അവന്റെ പേരിൽ പുതിയ എന്തെങ്കിലും പരാതി കൊടുക്കാമെന്നാണോ? ഞങ്ങൾ കിച്ചുവിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ ദേവയാനി. അറിയാം, അവൻ ലോക്കപ്പിലായിട്ട് തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? അവനെ പൊട്ടം കളിപ്പിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മോൻ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നേ. നിങ്ങൾ കാരണം, അറിയാത്ത കാര്യത്തിന്, ചെയ്യാത്ത കുറ്റത്തിന് മതിയായില്ലേ നിങ്ങൾക്ക്? എന്റെ മോനെ ഒരു കൊലയാളിയാക്കി ചിത്രീകരിച്ച് മാനം കെടുത്തിയില്ലേ? ഇനി എന്താ വേണ്ടത്? സർ, ഇവിടെ വെച്ച് വേണ്ട സർ. തനിക്കറിയില്ലടോ വക്കീലേ, ഇവരെ കൂടി ചേർന്ന എന്റെ മകൻ ഈ നിലയിലാക്കിയത്. ചെയ്ത സേവനങ്ങൾക്ക് കിട്ടിയ പ്രത്യുപകാരം. എന്ത് തെറ്റാ അവൻ നിങ്ങളോടൊക്കെ ചെയ്തത്? സഹായിച്ചിട്ടല്ലേ ഉള്ളൂ? എന്തിനും ഏതിനും കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ? അതിനാണോ അവന് ശിക്ഷ വാങ്ങിക്കൊടുത്തത്? ഇല്ല സർ, സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്ന്. എന്ത് തെളിവിന്റെ ബലത്തിലാ കിച്ചുവിനെ അറസ്റ്റ് ചെയ്തെന്ന്. കിച്ചു നിരപരാധിയാ. കിച്ചുവിനെ റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് അറിയാനാ ഞങ്ങളിപ്പോ വന്നത്. വേണ്ട, ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടേക്ക്. എന്തു വേണമെന്ന് എനിക്കറിയാം. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുമ്പോ അത് കണ്ടു നിൽക്കാൻ അവന്റെ അച്ഛനായി എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്. ഇതുപോലിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങാൻ എനിക്കും എൻ്റെ മകനും നിങ്ങളായിട്ട് ഇടവരുത്തരുത്, പ്ലീസ്. സർ, ദേവു, വരൂ, ഇരിക്കണം. ഞാൻ കൃഷ്ണകുമാറിന്റെ അച്ഛനാ. അവന് വേണ്ടി ഒരു ജാമ്യത്തിന് എൻ്റെ മോനെ എനിക്ക് വിട്ടുതരണം. അങ്ങനെ ജയിലിൽ കിടക്കുന്നവരുടെ അച്ഛനമ്മമാർ വന്ന് മക്കളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും വിട്ടുകൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഈ കാക്കിയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ സാറേ? സാറിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അലക്സാണ്ടറെ പോലൊരു വ്യവസായ പ്രമുഖനെ കൊന്ന പ്രതിയാ അകത്ത് കിടക്കുന്നത്. അയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളും ഉണ്ട്. എന്ന് സ്ഥാപിച്ചെടുക്കാൻ ചുരുക്കം ചില സാഹചര്യ തെളിവുകളല്ലേ ഉള്ളൂ. അതും തെളിയിക്കാൻ കഴിയാതെ പോയാലോ? തെളിവ് എന്തായാലും അത് അവന് പ്രതികൂലമാ. അങ്ങനെ ഒരാളെ കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. എനിക്കത് പാലിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. തെളിവ് എന്തായാലും അത് അവന് പ്രതികൂലമാ. അങ്ങനെ ഒരാളെ കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. എനിക്കത് പാലിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. അത്ര വരെ പോണോ സാർ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സാറേ. ഇതൊന്നും ഞാനോ എൻ്റെ വീട്ടുകാരോ എടുക്കുന്ന തീരുമാനങ്ങളല്ല. പീനൽ കോഡിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാ. അതനുസരിച്ചില്ലെങ്കിലേ തെറിക്കുന്നത് എൻ്റെ തൊപ്പിയാ. കോടതിയിൽ നിന്ന് ഹാജരാക്കും. നാളെ സാറ് നാളെ രാവിലെ കോടതിയിൽ വന്ന് ജാമ്യം എടുത്തോണ്ട് പോക്കോളൂ. പക്ഷേ പുറത്തുവിട്ട പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു എതിർവാദം ഞാൻ വയ്ക്കും. അതുകൂടെ തടയാനുള്ള വകുപ്പുമായിട്ടേ സാറ് വരാവൂ. ഇനിയിപ്പോ നാളെ കോടതി ഹാജരാക്കുന്നവരെ കാത്തിരിക്കാനേ പറ്റൂ. സാറ് വരൂ. എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണമായിരുന്നു. ചെല്ലേ. ശരി. സാറ് പോയിട്ട് വരൂ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അച്ഛനും അവര് പറയുന്നതാണ് വിശ്വാസം. എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ എന്തിനാ അയാളെ കൊല്ലുന്നു? അറിയാം, നീ നിരപരാധിയാണെന്ന് അച്ഛനറിയാം. വിഷമിക്കണ്ട. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞത്.
കോടതി വെറുതെ വിടും. അച്ഛൻ ഉറപ്പുണ്ട്. വ്യക്തമായൊരു തെളിവില്ലാതെ എന്നെ അറസ്റ്റ് ചെയ്ത് അന്ന് രാത്രി ഞാൻ വൈകിയ വീട്ടിലെത്തിയെന്ന് മാത്രമാണ് അയാളുടെ കയ്യിലുള്ള തെളിവ്. സാരമില്ല, എല്ലാം തെളിയും. സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമാവും. അമ്മ കരച്ചില്ല. സമാധാനിപ്പിക്കാൻ എനിക്കും പറ്റുന്നില്ല. മതി മതി കരച്ചിലും പിടിച്ചിലൊക്കെ. ഇനി പിന്നെ മക്കളെ വളർത്തുമ്പോ മര്യാദയ്ക്ക് വളർത്തണം. ഇല്ലെങ്കിൽ ദാ ഗതി. ആ ചെല്. പൊന്നും മോനെ ജാമ്യത്തിലിറക്കാൻ വന്നതാ തന്തപ്പടി. നീ എത്ര ഇറങ്ങിയാലും തിരിച്ചകത്തോട്ട് തന്നെ കയറണ്ട മോനെ. എന്താ മോനെ? മോനെ മോനെ നിക്കാൻ. നീ എങ്ങോട്ടായി പോണേ? മോനെ എങ്ങോട്ടാ നീ ഇപ്പൊ പോണേ? ശിവൻ എവിടെയുണ്ടെന്ന് അറിവ് കിട്ടി. ഞാൻ അവനെ കൊണ്ട് വരൂ. ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ ശവമായിട്ട്. മോനെ നിൽക്ക്. ശവമായിട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? ആ ശവത്തിന് നിന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റുമോ? ജീവനോടെ തന്നെ അവൻ ഇവിടെ എത്തണം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഓഹോ, അപ്പൊ ഇത് നിന്റെ കളിയായിരുന്നു? യെസ്, അത് നീ ഊഹിച്ചില്ല, പക്ഷെ ഞാൻ ഊഹിച്ചു. ശിവൻ എന്നൊരു പേര് കേട്ടാൽ നീ ഇറങ്ങി പുറപ്പെടുമെന്ന്. ശിവൻ എവിടെ? ശിവനെയല്ലേ നിനക്ക് വേണ്ടത്? തരാം. പക്ഷേ പകരം നീ എനിക്ക് എന്ത് തരും? ലെറ്റസ് ടോക്ക് ബിസിനസ്. ശിവൻ എവിടെ? അയ്യോ, തോക്കൊക്കെ കൊണ്ടാണോ വന്നത്? ഡോൺ മൂവ്. ശിവനെ കിട്ടാതെ ഒരു ഇഞ്ച് ഇവിടുന്ന് നീ അനങ്ങില്ല. എവിടെ അവൻ? നോ നോ, എന്നെ ഒന്നും ചെയ്യരുത്. ശിവനെ ഞാൻ വിട്ടുതരാം, പ്ലീസ്. ഒന്ന് അമർത്തട്ടെ ഞാൻ എൻ്റെ വിരൽ. മോനെ വില്യം, സുബ്രഹ്മണ്യത്തെ പേടിപ്പിക്കാൻ നീ ഈ കളിപ്പാട്ടം പോലുള്ള പിസ്റ്റളുമായി ഇറങ്ങിയത് മണ്ടത്തരമായി പോയി. അറ്റ്ലീസ്റ്റ് വീട്ടിൽ പണ്ട് അലക്സാണ്ടർ ചായം വെടിവെച്ച് കളിച്ചിരുന്ന ഡബിൾ ബാരൽ ഗണ്ണറിനെ ഇരിപ്പില്ലേ, അതെങ്കിലും എടുത്തോണ്ട് ഇറങ്ങാമായിരുന്നു. കണ്ടാലത്തിരി ഷോയെങ്കിലും ഉണ്ടായിരുന്നു. അതുപോട്ടെ, ശിവനെ ഞാൻ തരാം. പകരം തൽക്കാലം എനിക്കൊന്നും തരികയും വേണ്ട.
പക്ഷേ ഇതിന് പ്രത്യുപകാരം ഞാൻ ചോദിക്കുന്ന ഒരു കാലം വരുമ്പോൾ നീ ഇതങ്ങ് മറക്കാതിരുന്നാൽ മതി. പിന്നെ ശിവനെ നിന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ 1-2 കണ്ടീഷൻസ് വയ്ക്കും. 1, അവൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ല. നിനക്കും നിന്റെ ഡാഡിക്കും അവനോട് വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം. കയ്യിൽ കിട്ടുമ്പോൾ അതങ്ങ് തീർത്തേക്കാമെന്ന് നീ വിചാരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഈ കണ്ടീഷൻ. 2ാമത്തെ കണ്ടീഷൻ, നിന്റെ പെങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ നീ അവനെ കൊണ്ടുപോകുന്നത്. അവളുടെ കഴുത്തിൽ ശിവൻ താലി കെട്ടുന്നത് അവന്റെ പരിപൂർണ സമ്മതത്തോടെ ആവണം. നീ പിടിച്ചങ്ങ് കെട്ടിക്കരുതെന്നർത്ഥം. ഇത് 2ഉം സമ്മതമാണെങ്കിൽ ശിവനെ നിനക്ക് കൊണ്ടുപോവാം. എന്താ? സമ്മതമാണെന്ന് പറ. സമ്മതം. ശിവൻ ശിവൻ കണ്ടീഷൻസ് ഒക്കെ വലിയ മറക്കുന്നു. ആണുങ്ങളായാൽ വാക്ക് പറഞ്ഞാൽ മാറരുത്. കൊണ്ടുവയ്ക്കോ. പോട്ടെ. ഓക്കെ. വില്യം, വാ. ദാ, ആലീസിന് വേണ്ടി മമ്മി ആവശ്യപ്പെട്ട ശിവൻ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാനുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ശിവനെ. എങ്കിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അപേക്ഷിക്കുക. എൻ്റെ മോൾക്കൊരു ജീവിതം അത് കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ?